അമ്മ ഇതിലൊരു വൃത്തിയുടെ മണമില്ലേ? ഒന്ന് പോവെങ്കി നോക്കാത്ത നീ ഒന്ന് സഹായിക്കടി. ഇത് വെച്ച് തോണ്ടിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ സഹായിക്കുമല്ലേ ചെയ്തത്? അയ്യോ തല്ല് കിട്ടി പോകുന്ന നിനക്ക് മനസ്സിലായില്ല. നീ സഹായിക്കല്ല, നീ ഉപദ്രവിക്കുകയാണ് മനുഷ്യനെ. ഓഹോ, ഉപദ്രവിച്ചത് ഞാനല്ല, നാത്തൂന്റെ ഹസ്ബൻഡ് ഉത്തുവണ്ണൻ. വെറുതെ എന്തിനാ ഉത്തോണ്ണം പറയുന്നത്? ഉത്തോണ്ട് നീ വീട്ടിലുള്ളവരുടെ ആരോഗ്യം നോക്കിയിട്ട് ഓരോന്നും ചെയ്യുന്നല്ലേ. ദേശേ ഈ കാര്യത്തിൽ നീ നിന്റെ ഉത്തോണ്ണനെ സപ്പോർട്ട് ചെയ്യരുത് കേട്ടോ. ഈ ചേനയും ചേമ്പും എല്ലാം കറി വെച്ച് മനുഷ്യന്റെ കൈ ചൊറിയാനേ നേരമുള്ളൂ. കൈ ഒരിച്ചിട്ട് ചൊറിഞ്ഞാൽ എന്താമ്മേ? ഹൃദയവും കിഡ്നിയും ഒക്കെ നന്നായിരിക്കില്ലേ? ഹൃദയവും കിഡ്നി. നീ അവനോട് പറ മര്യാദയ്ക്ക് നല്ല പച്ചക്കറി വല്ലതും മേടിച്ചോണ്ട് വരാൻ. അതെ, ഈ കേസിൽ അങ്ങനെ ഉത്തോണ്ടെ മാത്രം കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ ചേനയുടെ തണ്ടുപിടിക്കാനും മറ്റേ കുഴപ്പം ചെത്താനും ആരാ മുമ്പിൽ നിൽക്കുന്നേ? അച്ഛൻ. അത് അതിലും വലുത്. എവിടെയൊക്കെ കാശ് ലാഭിക്കാൻ പറ്റുമോ അവിടെ എല്ലാം ലാഭിച്ചിരിക്കും. കാശ് ലാഭിക്കുന്ന മാത്രമല്ല, അച്ഛന്റെ കൃഷിക്കൊക്കെ കിട്ടുന്ന ഒരു പബ്ലിസിറ്റി അല്ലേ ഇത്. അച്ഛനെ ആർമാദിക്കുക ഇതിനൊക്കെ പബ്ലിസിറ്റി. എന്നാലും നമ്മൾ ഈ പുല്ലുപുഷ്പാദികൾ തിന്നാൻ വല്ല ആടോ പശുവോ വല്ലോണോ? എന്ത് ഉത്തോണ്ട വിചാരം? അങ്ങനെ പറയരുത്. ആടും പശുവും ഒക്കെ ഭയങ്കര ഇഷ്ടത്തോടെയാണ് ഇത് കഴിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമ്മളെ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നു നാത്തൂന്റെ ഭർത്താവ്. എന്നാ നീ ഇത് കുറച്ച് ഇഷ്ടത്തോടെ കഴിച്ചു നോക്കടി. നോക്ക്. ഓ, എന്നെ ഈ കളിയാക്കാൻ കാണിക്കുന്ന ആവേശം സ്വന്തം ഭർത്താവിനോട് കാണിച്ചിരുന്നെങ്കിൽ ഈ കണ്ട പണിയൊക്കെ എടുക്കേണ്ടി വരുമായിരുന്നോ? വായിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും കഴിക്കാൻ പറ്റത്തില്ലായിരുന്നോ? ഹലോ, വായിക്ക് കൊള്ളാവുന്ന എന്തെങ്കിലും വെച്ച് കഴിക്കണമെങ്കിൽ ഇവിടെ ഞാനോ അമ്മയോ വല്ലതും ചെയ്യണ്ടേ? വേണ്ട. പോയിന്റ്. പിന്നെ നീ എന്തോ ചെയ്യും? എന്റെ ശിവേട്ടൻ എനിക്ക് ഉണ്ടാക്കി തരും. അമ്മ പറയുന്ന കറക്റ്റാ കേട്ടോ. ശിവനെ കെട്ടിയതാണ് ഇവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അത് അവൻ എന്റെ കുടുംബക്കാരനാ. ഇവൾ എങ്ങനെ നടന്നാലും അവൻ ഇവളെ നോക്കിയോളൂ. അയ്യോ, ഞാൻ കുടുംബമഹിമ പറഞ്ഞൊന്നല്ല. ഇവക്കൊന്നും വെച്ചുണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ അവൻ വല്ലതും വെച്ചുണ്ടാക്കി തന്ന് ജീവിച്ചോളൂല്ലോ എന്ന് പറഞ്ഞു. ഓ തമാശ, കൈ അടിക്കാമേ. അയ്യോ, ഞാൻ തമാശ പറഞ്ഞല്ലേ, ഞാൻ ശരിക്കും പറഞ്ഞതാ. ഈ വീട്ടിൽ ശിവേട്ടനെ കളിയാക്കാത്ത ഒരേ ഒരാൾ നാത്തു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നാത്തും കളിയാക്കി. കൊള്ളാം നാത്തു. എടി, ശിവന് വല്ലതും വെച്ചുണ്ടാക്കി തിന്ന് ജീവിക്കാൻ അറിയാന്ന് പറയുന്ന അവനെ കളിയാക്കുന്നതാണോ? നിന്നെ കളിയാക്കിയല്ലേ അമ്മ. ആശേ, അവൾ എങ്ങനെ കളിയാക്കാതെ? ഇവളുടെ മൂക്കിൽ കൂടെ പല്ല് വന്നെങ്കിലും ഇവക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലാത്തോണ്ടല്ലേ എന്റെ മോൾ ഇങ്ങനെ നടക്കുന്നേ, അല്ലേടി? ഓഹോ, അമ്മായിയമ്മയും മരുമോളും കൂടെ ടീം ചേർന്നുള്ള ആക്രമണം. നിന്നെ ടീമിൽ കയറണമെങ്കിൽ നിനക്ക് പണിയൊക്കെ ചെയ്യാൻ അറിയണ്ടേ? വേണ്ട, എനിക്ക് അറിഞ്ഞൂടാ. ഞാനേ ചേട്ടനോട് പറഞ്ഞു നിങ്ങളെ രണ്ടുപേരും കൊണ്ട് മടല് കറി വെപ്പിക്കും. മടല് കറി. എന്നിട്ട് ആ മടല് കറി നീ തന്നെ കഴിക്കേണ്ട വരും. വേണ്ട, ഞാൻ ശിവേട്ടനോട് പറഞ്ഞു നല്ല ചിക്കൻ ബിരിയാണി നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കുഴച്ച് കഴിക്കും. അങ്ങനെ എങ്ങാനും നിങ്ങൾ ഈ വീട്ടിൽ ചിക്കൻ ബിരിയാണി കയറ്റിയ അന്ന് ഒത്തുകൊണ്ട് അച്ഛനെ കൂടെ നിങ്ങൾ ഇവിടുന്ന് പുറത്താക്കും. കാണാം. വലിയ പാചകം വെല്ലുവിളിച്ചോണ്ടാണല്ലോ അവള് പോയിരിക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂട്ടാണോ? അത്രേ ഉള്ളൂ. ഓർഗാനിക് ചിക്കൻ ബിരിയാണി കിട്ടുമോ? ഇത് കിഡ്നിക്കൊക്കെ നല്ലതെന്നല്ലേ നീ പറഞ്ഞു? നമുക്ക് ഇത് തന്നെ കഴിക്കാം. വൈകുന്നേരം അമ്പലത്തിൽ പോകണം കേട്ടോ. നീ കുറെ നാൾ അമ്പലത്തിൽ കയറിയിട്ട് അല്ലേറ്റപ്പാ. നമ്മളെ ഈ ചൊറിയണം കണ്ട എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ചൊറിയണം കണ്ട എങ്ങനെ മനസ്സിലാക്കൂന്ന്? അതെടുത്ത് ചുണ്ടി തേച്ചാ ചുണ്ടി ഇങ്ങനെ വരും. അല്ല, അപ്പൊ ചൊറിയൂലേ? ചൊറിയും, അതാണ് ചൊറിയണം. അപ്പൊ ചിറ്റപ്പന്റെ ചുണ്ടി തേക്കാം. നീ എന്നെ ഒരുപാട് ചൊറിയിപ്പിക്കണ്ട, എന്റെ ചുണ്ടി തേക്കണ്ട നീ. ചുമ്മാതല്ല അപ്പൂപ്പൻ അച്ഛമ്മയും പറയുന്നത്. ചിറ്റപ്പന് ഭയങ്കര തൊലിക്കട്ടിയാണെന്ന്. ഓ ശംഭു, നീ ചുമ്മാ കളിയാക്കാൻ നിൽക്കല്ലേ ശംഭു എന്റെ അടുത്ത്. ചിറ്റപ്പ ഒരു തമാശയും പറയാൻ പറ്റും. തമാശിക്കണ്ട എന്റെ അടുത്ത്. നീ എന്ത് പറഞ്ഞാലും എന്നെ കളിയാക്കാൻ ഇൻസൾട്ട് ആക്കി നീ സംസാരിക്കുന്നത്. ചിറ്റപ്പ എല്ലാ കാര്യവും ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കുന്നതിന്? ഞാൻ എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കുന്നേ. ഒന്നുമില്ലേ, ചിറ്റപ്പന്റെ ആശാനല്ലേ ഞാൻ. അല്ല, ചിറ്റപ്പൻ എന്റെ ആശാനല്ലേ, ഞാൻ കളിയാക്കും. ആ ഒരു ബഹുമാനം എപ്പോഴും വേണം. എപ്പോഴും കാണും, ഗുണം കാണും. അവിടെയൊക്കെ നോക്ക് ചൊറിയണുണ്ടോ? അത് കറിവേപ്പില. ചാണകത്തിനകത്ത് വാഴ ഇടുന്നു. ചാണകത്തിന് വാഴ? അല്ല, ഈ കൃഷി നോക്കാൻ ഇറങ്ങി വേണ്ടി കൃഷി നോക്കാൻ പതിവില്ലാതെ എന്താണ് എന്റെ കൃഷിയോട് ഇത്ര സ്നേഹം? അല്ല, അച്ഛന്റെ ചേനയും ചേമ്പും കാച്ചിലൊക്കെ ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കാന്നല്ലോ. അപ്പൊ അതുകൊണ്ട് കൃഷി നോക്കാന്ന് വിചാരിച്ചു. ഓ അങ്ങനെ. ഞാൻ ഈ കൃഷി ചെയ്യുന്നോണ്ട് നിങ്ങൾക്ക് നല്ല ആഹാരം കഴിക്കാൻ പറ്റുന്നുണ്ട്. അല്ല, അതിന്റെ ഒരു പുഷ്ടി നിങ്ങൾക്ക് കാണാനുണ്ട്. അല്ല, പുഷ്ടി ഇവിടെ ഉണ്ട്. സത്യം പറഞ്ഞല്ലേ, ഞാനേ ഈ കീടനാശിനി രാസവളമൊന്നും ഉപയോഗിക്കാത്തോണ്ട് നല്ല വിളവാ കിട്ടുന്നത്. സത്യം. ഇവിടെ മാത്രമല്ല, അങ്ങ് അമേരിക്കയിലും ജർമ്മനിയിലും വരെ എന്റെ കൃഷിയെ പറ്റി ഭയങ്കര അഭിപ്രായമാടാ. അതപ്പം എടാ, ജർമ്മനിയിലുള്ള ഒരു ജാഫർ കാക്ക വാഴക്കൊല ചോദിച്ചടുത്ത് വന്നായിരുന്നു കാവറക്കാൻ വേണ്ടി. അതിന്റെ തള്ളായി തള്ളുന്ന നടന്നു. ജർമ്മനിയിലെ ജാഫർ കാക്ക മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ചാണ്ടി ചാനും വിളിച്ചു പറഞ്ഞു എന്റെ കൃഷിയെ പറ്റി. ജർമ്മനിക്കാരും അമേരിക്കാരും മാത്രമൊന്നുമല്ല, ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കും കുറെ വർഷമായിട്ട്. അതെന്താ ഒരുമാതിരി മൊനവച്ചൊരു വർത്താനം? അയ്യോ, മോനെ വെച്ച് പറഞ്ഞില്ല അപ്പൂപ്പ, ഇത് കഴിച്ചയച്ച് ആസ്വദിക്കാൻ. അത് പറഞ്ഞ അതാ പറഞ്ഞത്. ആസ്വദിക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ കൃഷി എങ്ങനെ ചവിട്ടി പിടിച്ചാലുണ്ടല്ലോ. അല്ല അപ്പൂപ്പ, ഇവിടെ ചൊറിയണം കിട്ടുമോ? ചൊറിയണോ?
ചൊറിയണ എന്തിനാടാ? ചൊറിയണം എന്തിനാ? എക്സിബിഷൻ ചൊറിയണോ എക്സിബിഷനാ? അല്ല എനിക്ക് എക്സിബിഷൻ. ഡേയ്, സത്യം പറ എന്താ സംഭവം? കൊമേഴ്സിന്റെ എക്സിബിഷൻ. കൊമേഴ്സിന്റെ എക്സിബിഷനാ? കൊമേഴ്സിനല്ല അപ്പൂപ്പ, എനിക്ക് സ്കൂളിൽ സയൻസിന്റെ പ്രോജക്റ്റ് ഉണ്ട്, ഇത് ചൊറിയണം വെച്ചിട്ട്. ആ, അതെ, ഞാൻ പൊന്നുപോലെ നോക്കുന്ന പറമ്പ. ഇവിടെ അങ്ങനെ ചൊറിയണോ കാട്ടിയടികളൊന്നുമില്ല. ഇവിടെ തിരിച്ചാൽ പോ. ഞാൻ പൊക്കോളാം. പോ, പോ. അല്ല പൊക്കോളാം. ഡേയ്, ഇവിടെ ചൊറിയണോന്നില്ല. അല്ല ഞങ്ങൾ ചുമ്മാ നിന്നിട്ട് വെറുതെ കാറ്റുകൊണ്ടിട്ടൊക്കെ പൊക്കോളാം. അച്ഛൻ പൊക്കോ. ആ, അഴിച്ചു ഞാനാ കാണണേ കൊമേഴ്സ് എന്ന് പറഞ്ഞ എന്തിനീറ്റപ്പാ? എടേ എന്റെ ലോജിക്ക് വെച്ച് നീ കൊമേഴ്സിനെ പറയാൻ പറ്റും. നീ അപ്പൊ തിരുത്തണമായിരുന്നു. കൊള്ളാം. നീ ഇപ്പൊ എന്തിനാ വന്ന് ചൊറിയണം നോക്കാൻ? നോക്ക് ആ ഉടനെ വരൂ. കൊമേഴ്സ് ഒന്നുമില്ല. എന്താ ചീര. നീയാണ് വെക്കണേ? എന്തോ അമ്മ വെച്ചെങ്കിലേ ആ പഴയ ടേസ്റ്റ് കിട്ടി. അന്ത അമ്മ പഴയ മല്ലിപ്പൊടി മുളക് പൊടി ഇട്ടിട്ടാണ് കറി വെക്കുന്നത്. അങ്ങനല്ലേ, പഴമയുടെ ടേസ്റ്റ് ഇല്ലേ അത്. പഴമയുടെ ടേസ്റ്റ്. ഉം. ശരി, ഇനി തൊട്ട് ഇവിടെ എല്ലാം അമ്മ അങ്ങ് വെച്ച് കഴിച്ചാൽ മതി കേട്ടോ നിങ്ങള്. എന്താ ഒരു തമാശ പറയാനും സമ്മതിക്കൂലേ? ഓ, ഭയങ്കര തമാശയായിപ്പോയി. അല്ലെങ്കിൽ ഇവിടെ ഈ വീട്ടിലെല്ലാവർക്കും ചെറു തമാശ കൂടുന്നുണ്ട്. അതെന്തുകൊണ്ടറിയാ? അത് ഈ ജൈവ പച്ചക്കറികളും ജൈവ സാധനങ്ങളൊക്കെ കഴിക്കുന്നതിന്റെ ഗുണമാണ്. ആണോ? സംഭവിച്ചിട്ട് ഓവറല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓവർ എന്തോന്നു? നമുക്ക് നല്ല സാധനങ്ങൾ കഴിക്കുകയും ചെയ്യാം, പൈസ ലാഭിക്കുകയും ചെയ്യാം. ഓഹോ, അപ്പൊ ആരോഗ്യം നോക്കലല്ല മുഖ്യം, കാശാണ്. കാശ് മുഖ്യമാണ്, ആരോഗ്യം മുഖ്യമാണ്. അതുകൊണ്ട് ആരോഗ്യം കിട്ടൂലേ, ഇത് കഴിച്ചാൽ മതി. കേട്ടാ, ഇത് വെച്ച് ആരോഗ്യം കിട്ടും. പക്ഷെ എന്റെ ഒത്തുണ്ട കാശ് നോക്കിയിട്ട് നമ്മൾ ഭക്ഷണം വേണ്ടെന്ന് നോക്കുന്നത് അത്ര ശരിയായ നടപടിയൊന്നുമല്ല കേട്ടോ. ഞാനൊക്കെ പറഞ്ഞ മനസ്സിലാവത്തെന്ത്? വിഷം അടിച്ച പച്ചക്കറികളാണ് പുറത്തുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ആ, പിള്ളേർക്കൊക്കെ മടുത്തു തുടങ്ങി. ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. പിള്ളേർക്കൊന്നും മടുത്തു തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മയെ കൊണ്ട് വയ്പ്പിക്കാന്ന്. അയ്യോ, ഞാൻ ഈ ചീര മാത്രമേ വെക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം അമ്മ തന്നെ വെച്ചോട്ടെ. ഞാൻ അതല്ല പറഞ്ഞത്. പിന്നെ കടയിൽ നിന്ന് കുറച്ച് തക്കാളിയും വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും ഒക്കെ മേടിച്ചിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കി കൂട്ടാൻ കൊതിയാവുന്നു. പുറത്തുനിന്നുള്ളതെല്ലാം വിഷം അടിച്ചാണ് പറഞ്ഞാൽ മനസ്സിലാവാത്തെന്ത്? എനിക്കിപ്പോ എന്തായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പിള്ളേരെ കാര്യം ഓർത്തു. പിള്ളേർക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ, നിനക്ക് പുറത്തുനിന്ന് പച്ചക്കറി വാങ്ങിച്ച് കഴിക്കണം, അതല്ലേ? പിന്നെ എനിക്ക് അങ്ങനൊന്നുമില്ല. ഒന്ന് പോയാ അവിടുന്ന്. ആൻറ്റി ധരിഞ്ഞു പോയി, അത് ബെസ്റ്റാണ്. അയ്യോ, പഴമയുടെ രുചി അമ്മയ്ക്ക് തന്നെ കൊടുത്താൽ മതി. ചെല്ലും. ഇതിനെ അമ്മയെ കൊണ്ട് വയ്പ്പിക്കാം. ആ, ഇവിടെ ഇരിക്കട്ടെ, എടുത്ത് കളയല്ലേ. ഞാൻ തന്നെ എടുത്ത് കളയുന്നത്. ഇത് വേണമെന്ന് പറയും. പച്ചക്കറി എന്ന് പറഞ്ഞാൽ ജൈവം.